ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അപർണ വാസുകി. ഇന്നൊരു പനി പിടിച്ച ദിവസമാണ് കേട്ടോ, സൺഡേ ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ ഇരിക്കുമല്ലേ, ക്ലാസ്സൊക്കെ മാറ്റി വെച്ചായിരുന്നു എനിക്ക് സുഖമില്ലാഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റാർ ഇടാം. അങ്ങനെ ഞാനും ആളും കൂടി പഴയ സ്റ്റാറൊക്കെ തപ്പി പിടിച്ചങ്ങ് സ്റ്റാർ ഇട്ടു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അമ്മ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്നു. കഞ്ഞിയൊക്കെ കുടിച്ചെങ്കിലും എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ ഇരിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നാറുണ്ട്. പിന്നെ കുറേ നാളായി പുറത്ത് പോയിട്ട്. അപ്പം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നായിരുന്നു. ആൾക്ക് സൺഡേയും വർക്കിംഗ് ആണ്. പക്ഷെ പോയിട്ട് വന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പനിയൊക്കെ പിടിച്ചിട്ട് ഒരാഗ്രഹം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി. എന്നാലും ഗൗരവത്തിനും ശകാരിക്കാനും ഒരു കുറവുമില്ലായിരുന്നു. പോണ വഴിക്കൊക്കെ ഓരോന്ന് പറയും. മുഖം കാണുമ്പോഴേ അറിയാമല്ലോ, പോണ വഴിക്കൊന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് സിറ്റുവേഷൻ അറിഞ്ഞുകൂടാ, ഞാൻ ജോലിക്ക് പോയിട്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കേൾക്കാത്ത പോലെ അങ്ങ് ഇരുന്നു. സംഭവം ഒരു ദിവസമൊക്കെ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. ഫുഡ് കഴിക്കാനായാൽ പോലും വീട്ടിൽ എല്ലാവരും വിളിച്ചിട്ട് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകും. ഇത് കുറേ നാളായി നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വാശിയൊക്കെ പിടിച്ചിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ പറയും, എനിക്ക് ഒറ്റയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ്. അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് അൽഫാം വേണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിനക്ക് വയ്യാത്തയല്ലേ, അൽഫാം കഴിച്ചിട്ട് ഇനി അതും മേടിച്ച് രാത്രി മൊത്തം വോമിറ്റിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു തട്ട് ദോശ മേടിച്ച് തരാമെന്നും പറഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൊരു കടയിൽ കൊണ്ടുപോയി. നമ്മൾ നെടുമങ്ങാട് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു കടയിൽ കൊണ്ടുപോയി. നല്ല ചൂട് ദോശയും ചമ്മന്തിയും രസവടയും പപ്പടവും ഇതൊക്കെ പറയുമ്പോൾ തന്നെ നാല് വെള്ളം വരാം. പിന്നെ അതിൻ്റെ കൂടെ താറാവ് ഓംലെറ്റും കൂടി മേടിച്ചു തന്നായിട്ടാണ്. അത് കുറച്ചില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അങ്ങേരെ എന്നോട് പറയും സൗകര്യമില്ല. പിന്നെ ശരി, അങ്ങേരുടെ സൗകര്യം വേണ്ടെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അങ്ങ് വീഡിയോ എടുത്തു. പിന്നെ ബില്ലൊക്കെ കൊടുത്ത് നമ്മളങ്ങ് തിരിച്ച് വന്നു. പിറ്റേന്ന് എനിക്ക് ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നല്ലോ. അപ്പോൾ നാളെ സൺഡേ കഴിഞ്ഞ് തിങ്കളാഴ്ച തൊട്ട് എനിക്ക് പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.